കൃഷ്ണപ്രിയം ഭാഗം 42. ഈ ചാനലിൽ വരുന്ന കഥകൾക്ക് നിങ്ങൾ തരുന്ന വിലയേറിയ സപ്പോർട്ടാണ് കൂടുതൽ മനോഹരമായ വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. ഇന്നാണ് എൻ്റെ പ്രിയതമൻ വരുന്നത്. 1 വർഷമായി ഒന്ന് കണ്ടിട്ട്. ഞങ്ങളെല്ലാവരും കൂടി പോകാനാണ് തീരുമാനം. ജയൻചേട്ടൻ, ചേട്ടത്തി, മോനൂസ് വണ്ടി പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ ഓടിക്കും. തലേന്ന് തന്നെ ജയൻചേട്ടൻ നാട്ടിലുള്ള മീൻ മൊത്തം വാങ്ങി വന്നു. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന്. പോകുന്ന വഴി ഫുഡ് അടിക്കാനിരുന്ന ഞാനും ചേട്ടത്തിയും പ്ലിങ്ങായി. കുറെ കായൽ കൊഞ്ച്, കരിമീൻ, താറാവ് ഒക്കെയുണ്ട്. എൻ്റെ കെട്ടിയോന് വേണ്ടിയാ. പക്ഷെ എനിക്ക് പോലും ജയൻചേട്ടനെ ചവിട്ടാൻ തോന്നി. പിന്നെ ഇരുന്നൊരംഗായിരുന്നു. വാങ്ങി തന്നിട്ട് ആളൊരു പോക്കങ്ങ് പോയി. ചേട്ടത്തി എന്നെ അവിടെ ഇരുത്തി കൊഞ്ചു പൊളിക്കാൻ പഠിപ്പിച്ചു. ചേട്ടത്തിയുടെ അമ്മ കരിമീൻ വെട്ടിത്തന്നു. ചേട്ടത്തി പിന്നെ എല്ലാം വെക്കാനുള്ള തയ്യാറെടുപ്പിലും. പൊന്നു മക്കളെ, കൊഞ്ചു പൊളിച്ച് ഞാൻ ജീവിതം മടുത്തു. പണ്ടാരം തീരുന്നുമില്ല. എനിക്കാണെ സ്പീഡും ഇല്ല. പിന്നെ എല്ലാവരും കൂടി ഇരുന്നാണ് തീർത്തത്. പിന്നെ വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി, സവാള ഇതൊക്കെ വൃത്തിയാക്കലായിരുന്നു. ജയൻചേട്ടന് വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ അനിയനെ സ്നേഹിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ചേട്ടത്തി മിക്കവാറും ഞങ്ങളെ ഇവിടുന്ന് ഗെറ്റൗട്ടടിക്കും. പാവം, അത്ര പണിയെടുത്തു. രാത്രി ചേട്ടത്തി എല്ലാം ഉണ്ടാക്കി വെച്ചു. രാവിലെ പോകണല്ലോ. രാത്രിയിലാണ് ജയൻചേട്ടൻ തിരിച്ചു വന്നത്. വന്ന് കയറിയപ്പോ ആ ഭാവം അത്ര പന്തിയല്ല. എടി, ഞാനിന്ന് വീട്ടിൽ പോയിരുന്നു. നാളെ അച്ഛനും അമ്മയും ഹരിയെ കൂട്ടാൻ വരണമെന്ന് ജയൻചേട്ടൻ ഒരു പരിങ്ങലോടെ പറഞ്ഞു. അതെങ്ങനെ ശരിയാവുന്നേ? വണ്ടിയിൽ സ്ഥലമില്ലല്ലോ. ചെറിയ വണ്ടിയല്ലേ. ആകെ 5 പേർക്ക് പോകാൻ പറ്റും. പക്ഷെ 5 പേരായ പോലും ഇടുങ്ങിയിരിക്കണം, ചേട്ടത്തി പറഞ്ഞു. അത് ശരിയാ. പക്ഷേ അവരങ്ങനെ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? വരണ്ടെന്ന് പറയാനും പറ്റുമോ? അങ്ങനെ പറഞ്ഞിട്ട് വേണം അടുത്ത വഴക്ക് തുടങ്ങാൻ, ചേട്ടൻ പറഞ്ഞു. അപ്പോൾ വലിയ വണ്ടി വേണ്ടേ? അതെവിടുന്ന് കിട്ടും? ഞാൻ ചോദിച്ചു. ഞാൻ അന്വേഷിച്ചു. ഈ അവസാന നിമിഷം എവിടുന്ന് കിട്ടാനാ? ചേട്ടൻ പറഞ്ഞു. അല്ല, അതിപ്പോ എന്ത് വേണമെന്നാ ഇപ്പൊ ചേട്ടൻ പറയുന്നേ? ചേട്ടത്തി സംശയത്തോടെ ചോദിച്ചു. അല്ല, എല്ലാവർക്കും പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നീ ഇവിടെ നിൽക്ക്. നീ വന്നിട്ടും പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ലല്ലോ. ഇതോടെ പിണക്കമൊക്കെ അങ്ങ് തീരുകയാണെങ്കിൽ അങ്ങ് തീരട്ടെ, ചേട്ടൻ പറഞ്ഞു. ഓ, അപ്പൊ നമ്മൾ പുറത്ത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പണ്ടേ ഉള്ളൊരു സ്വഭാവമാണല്ലോ. എല്ലാം തീരുമാനിക്കും. പിന്നെ അമ്മ ഓരോന്ന് പറയുമ്പോൾ മറുകണ്ഠം ചാടും. എനിക്കിത് പുത്തരിയല്ലല്ലോ. വെറുതെ ഞാൻ ഓരോന്ന് ചിന്തിക്കും. നിങ്ങൾ പൊക്കോ, ഞാൻ വരുന്നില്ല. അതും പറഞ്ഞ് ചേട്ടത്തി അകത്തേക്ക് പോയി. അതെന്ത് പരിപാടിയാ ചേട്ടാ? നമ്മളെല്ലാം തീരുമാനിച്ചല്ലേ. നാളെ പോകാൻ വേണ്ടി ചേച്ചി എല്ലാം ഇന്നേ ഉണ്ടാക്കി പണിയെല്ലാം തീർത്തതാ. പാവത്തിന് ഒത്തിരി വിഷമായി കാണും, ഞാൻ പറഞ്ഞു. ഞാനിത് മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ലല്ലോ. അച്ഛൻ എന്നോട് വന്ന് പറയുമ്പോൾ ഞാൻ പറ്റില്ലെന്ന് പറയണോ? ഇവള് വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കാനാ? എനിക്കെൻ്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. പിന്നെ പറഞ്ഞാൽ അത് കൂടിപ്പോകും. ഞാൻ നേരെ ചേച്ചി കിടക്കുന്ന റൂമിലേക്ക് ചെന്നു. ചേട്ടത്തി കട്ടിലിൽ കിടക്കുക. ഒരുപാട് സങ്കടമായിട്ടുണ്ട്. ഞങ്ങൾ കുറെ ആഗ്രഹിച്ചതാണ് ഈ യാത്ര. പോകാൻ പറ ചേച്ചി. അവരച്ഛനും അമ്മയും മക്കളും കൂടി പോയി വരട്ടെ. നമുക്ക് പോകണ്ട, ഞാൻ പറഞ്ഞു. നീ പൊക്കോ. ഇത്രയും നാൾ കൂടിയിട്ട് വരുന്നതല്ലേ. അവൻ നിന്നെ പ്രതീക്ഷിക്കും, ചേട്ടത്തി എഴുന്നേറ്റ് പറഞ്ഞു. എന്നെ മാത്രമല്ല, നമ്മളെല്ലാവരും പ്രതീക്ഷിക്കും. ഇപ്പൊ എവിടുന്ന് വന്ന് ഒരു മക്കൾ സ്നേഹം? ഇത്രയും നാളില്ലായിരുന്നല്ലോ, ഞാൻ പറഞ്ഞു. ചെക്കൻ ഗൾഫിൽ നിന്നല്ലേ വരുന്നേ. ഇങ്ങോട്ട് വന്നാൽ ഞാനെല്ലാം കൈക്കലാക്കിയാലോ. പിടിച്ച പിടിയാലെ കൊണ്ടുപോകാനുള്ള വരവാ, ചേട്ടത്തി പറഞ്ഞു. കൊണ്ടുപോയി തിന്നട്ടെ, അല്ലാതിപ്പോൾ എന്ത് പറയാനാ? ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പൊന്നു ചേച്ചി, എന്നെ ഇവിടുന്ന് എങ്ങോട്ടും വിടല്ലേ. എനിക്ക് വയ്യ. ഹരി നാളെ വരുമല്ലോ. അവൻ ഇങ്ങനെ പോലെയല്ല, കുറച്ച് വിവരമുണ്ട്. അവൻ അങ്ങോട്ട് എന്തായാലും ചെന്ന് തലവെച്ച് കൊടുക്കില്ല. നമുക്ക് നോക്കാം, ചേട്ടത്തി പറഞ്ഞു. ഒന്നും പറയാൻ പറ്റില്ല, നമുക്ക് നോക്കാം, ഞാൻ പറഞ്ഞു. പിന്നെ ഞാനും പോയി കിടന്നു. നല്ല ക്ഷീണമുണ്ടേ. പിറ്റേന്ന് രാവിലെ അമ്മയും അച്ഛനും റെഡിയായി ഇങ്ങോട്ട് വന്നു. ഞാൻ റെഡിയായില്ല. ചേട്ടനും ചേട്ടത്തിയും ഒരുപാട് പറഞ്ഞതാ എന്നോട് റെഡിയായിട്ട് ചെല്ലാൻ. ഞാൻ വരുന്നില്ലെന്ന് കട്ടായം പറഞ്ഞു. ഞാനന്ന് ഹോസ്റ്റലിലേക്ക് പോയപ്പോൾ ചേച്ചിയാണ് കഷ്ടപ്പെട്ട് ഓരോന്നും ഉണ്ടാക്കി തന്നു വിട്ടത്. ഇന്നും പരാതിയൊന്നും പറയാതെ ഓരോന്നുണ്ടാക്കി വെച്ചു. ചേട്ടത്തി പോയില്ല, ഞാനും പോകില്ല. ഇതെന്റെ പ്രതിഷേധമാണ്.
അവരച്ഛനും അമ്മയും മോനും കൂടി പോയിട്ട് വരട്ടെ. ഞങ്ങളെ കാണേണ്ടവർ ഇവിടെ വന്ന് കാണട്ടെ. ഞങ്ങളെല്ലാവരും കൂടി വരുമെന്നാണ് ഏട്ടനോട് പറഞ്ഞത്. ഞങ്ങളെ കാണാതാകുമ്പോൾ ഏട്ടൻ അന്വേഷിക്കട്ടെ. അല്ല പിന്നെ. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ചെക്കൗട്ട് കഴിഞ്ഞു. ലഗേജ് എടുത്ത് ഹരി പുറത്തേക്ക് ഇറങ്ങി. 2 വർഷമായി പോയിട്ട്. എല്ലാവരെയും കാണാൻ കൊതിയായി. ഹരി പുറത്തേക്ക് വരുമ്പോൾ കണ്ടു, ചേട്ടനും അച്ഛനും അമ്മയും നിൽക്കുന്നു. കാണാൻ ആഗ്രഹിച്ച 2 പേർ കൂട്ടത്തിലില്ല. അവർ വരുമെന്നാണ് ഇന്നലെ വിളിച്ചപ്പോഴും പറഞ്ഞത്. അച്ഛനും അമ്മയും വരുമെന്ന് പറഞ്ഞതുമില്ല. ഹരി സംശയത്തോടെ അങ്ങോട്ട് ചെന്നു. മോനെ, ഡാ, എടാ കുഞ്ഞെ, എത്ര നാളായിടാ എൻ്റെ കുഞ്ഞിനെ ഒന്ന് അമ്മ കണ്ടിട്ട്. എൻ്റെ മോൻ ഉണങ്ങിപ്പോയി. അമ്മ ഹരിയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു. അതേ, വേഗം എല്ലായിടത്തും വെക്ക്. വണ്ടി ഇവിടെ അധിക നേരം ഇടാൻ പറ്റില്ല, ജയം പറഞ്ഞു. ഇത്രയും പെട്ടികളെ ഉള്ളോടാ? അച്ഛൻ ചോദിച്ചു. ഇത്രയും പോരെ, ഇത് തന്നെ അധികമാണ്, ഹരി പറഞ്ഞു. പിന്നെ വേഗം പെട്ടികളെല്ലാം ഡിക്കിയിൽ കയറ്റി. എല്ലാവരും വണ്ടിയിൽ കയറി. ജയൻ ചേട്ടാ, ചേച്ചി മുത്തു എന്താ വരാഞ്ഞത്? അവര് വരുമെന്നാണല്ലോ പറഞ്ഞത്, ഹരി ചോദിച്ചു. ഓ, ഒരു മുത്ത്. ഞങ്ങൾ ഒരുപാട് അവളെ വിളിച്ചതാ. അവള് വരുന്നില്ലെന്ന്. ജയൻ കാല് പിടിച്ച് അവളോട് പറഞ്ഞതാ. അവക്ക് വയ്യ, അഹങ്കാരം. അല്ലാതെ എന്ത് പറയാനാ? നീയൊക്കെ കൂടി തലയെ കയറ്റി വെച്ചിരിക്കല്ലേ. അമ്മേ, ഒന്ന് ചുമ്മാ ഇരുന്നേ. അതൊന്നും അല്ല. എടാ, എല്ലാവർക്കും കൂടി വണ്ടിയിൽ വരാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാ. അതുകൊണ്ട് അവള് വരാഞ്ഞേ, ജയൻ പറഞ്ഞു. പിന്നെ അവക്കും കൂടി വരാനുള്ള സ്ഥലമൊക്കെ ഇതിലുണ്ട്. അവക്ക് വയ്യ, മടി, അത് തന്നെ കാര്യം. നീയാണ് അവളുടെ പുറകെ നടക്കുന്നത് ഇങ്ങനെ. അവക്ക് നിന്നെ ഒരു വിലയില്ല. പുറം നാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് നീ അവളെ കുറെ കൊണപ്പെടുത്തിയില്ലേ. ഇനി നീ വന്നാലെന്ത്, വന്നില്ലേലെന്ത്? അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ആ ചെറുക്കൻ വന്നിറങ്ങിയതേ ഉള്ളൂ, അപ്പോഴേക്കും തുടങ്ങി, ജയൻ പറഞ്ഞു. അവള് പറഞ്ഞതിലെന്താ തെറ്റ്? ഇവൻ ഇങ്ങനെ ഒരു പെങ്കോന്തനായിപ്പോയി. അവൻ അച്ഛനും അമ്മയും പറയുന്ന ഒരു കാര്യമല്ല. ഒരു പെണ്ണിനെ കിട്ടിയപ്പോൾ അവൻ ആരെയും വേണ്ട. പിന്നെ ഞങ്ങൾക്കങ്ങനെ കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ എല്ലാം മറന്ന് ഞങ്ങൾ വന്നത്. അപ്പോൾ അവള് മുഖത്തടിച്ച പോലല്ലേ പറഞ്ഞത് നമ്മുടെ കൂടെ വരില്ലെന്ന്, അച്ഛൻ പറഞ്ഞു. അത് മാത്രോ? നീ പോയിട്ട് ഇത്രയും നാളായില്ലേ മോനെ. അവൾ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? എപ്പോൾ വന്നാലും ഇവൻ്റെ അവിടെ തന്നെ. ഞങ്ങൾ ചത്തോ ഉണ്ടോ എന്ന് പോലും തിരക്കിയിട്ടില്ല, അമ്മ പറഞ്ഞു. അവളെ അങ്ങോട്ട് കയറ്റില്ലെന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞത്, ജയൻ പറഞ്ഞു. അന്ന് അങ്ങനെ ഓരോ ദേഷ്യത്തിന് അങ്ങ് പറഞ്ഞു എന്ന് വെച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? അമ്മ പറഞ്ഞു. മോനെ, നീ ഇനി വീട്ടിൽ നിന്നാ മതി, വേറെ എങ്ങോട്ടും പോകണ്ട, അച്ഛൻ പറഞ്ഞു. അവനിപ്പോൾ എൻ്റെ അങ്ങോട്ടാ വരുന്നേ, ജയൻ പറഞ്ഞു. ചേട്ടനൊന്നും മിണ്ടാതെ വണ്ടി ഓടിക്കും. അതൊക്കെ അങ്ങ് ചെന്നിട്ടുള്ള കാര്യമല്ലേ, ഹരി പറഞ്ഞു. പിന്നെ ജയൻ ഒന്നും മിണ്ടിയില്ല. അമ്മ മാത്രം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. നേരെ വണ്ടി വീട്ടിലോട്ട് വിട്ടോ, സാധനങ്ങളെല്ലാം അങ്ങോട്ട് ഇറക്കാമല്ലോ, അച്ഛൻ പറഞ്ഞു. ഹരി ഒന്നും മിണ്ടിയില്ല. ജയൻ നേരെ വണ്ടി ഓടിച്ച് മുറ്റത്ത് കയറ്റിയിട്ടു. എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഹരി ബാക്ക് സീറ്റിൽ നിന്ന് ഇറങ്ങി നേരെ ഫ്രണ്ട് സീറ്റിൽ വന്നിരുന്നു. അച്ഛാ, ഞങ്ങൾ ചേട്ടൻ്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. അവൾ അവിടെയല്ലേ, വരുമ്പോൾ അവളെയും കൊണ്ടുവരാം. അതല്ലേ അതിൻ്റെ ഒരു രീതി, അല്ലേ അമ്മേ, ഹരി ചോദിച്ചു. മോനെ, അത് സാരയില്ല, അവളെ പിന്നെ കൊണ്ടുവരാം. നീ ഇപ്പം ഇങ്ങോട്ട് കയറി വാ, അമ്മ പറഞ്ഞു. ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അമ്മ നല്ല വിശപ്പുണ്ട് കേട്ടോ, ഹരി പറഞ്ഞു. മോനെ, നമുക്ക് അച്ഛനെ വിട്ട് എന്തെങ്കിലും വാങ്ങിപ്പിക്കാം. നീ വാടാ, അമ്മ പറഞ്ഞു. അമ്മ, എനിക്ക് വയ്യ കടയിൽ നിന്ന് കഴിക്കാൻ. ചേച്ചി അവിടെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഞാൻ പോയി കഴിച്ചിട്ട് അവളെയും കൂട്ടി വരാം. ചേട്ടാ, വേഗം വണ്ടി എടുക്ക്, വിശന്നിട്ട് വയ്യ, ഹരി പറഞ്ഞു. അത് കേട്ടതും ജയം വേഗം വണ്ടിയെടുത്തു. നിങ്ങളെന്താ അവരെ കൊണ്ടുവരാഞ്ഞത്? നല്ല പണിയായിപ്പോയി കേട്ടോ, ഹരി പറഞ്ഞു. ബെസ്റ്റ്. ഇന്നലെ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് അവരും കൂടി വരുന്നുണ്ടെന്ന്. എല്ലാവർക്കും കൂടി ഈ വണ്ടി സ്ഥലമുണ്ടോ, ജയം പറഞ്ഞു. നിങ്ങൾക്ക് കുറച്ച് വലിയ വണ്ടി എടുത്തുകൂടായിരുന്നോ, ഹരി പറഞ്ഞു. രാത്രിയിലേ നിന്റെ തന്ത വെച്ചിട്ടുണ്ടോ വണ്ടി? ഞാൻ എൻ്റെ പെണ്ണുമ്പിള്ളയോട് വരണ്ടെന്നും പറഞ്ഞ്. അവൾ കൊണ്ടുപോകാത്തതിൻ്റെ പ്രതിഷേധത്തിലാ. നിന്റെ ഭാര്യയുണ്ട് കൂടെ. അവര് 2 പേരും ഒറ്റക്കെട്ടാ. ഓരോ മാരണം. ഇനി അവരുടെ പിണക്കം മാറ്റാൻ ഒരു 2 ദിവസമെങ്കിലും വേണ്ടി വരും. നിങ്ങളുടെ ഭാര്യ എനിക്ക് ചോറ് തരുമോ, ഹരി ചോദിച്ചു. എനിക്ക് തരുമോന്നാ എൻ്റെ സംശയം. അപ്പോഴാ നിന്റെ. ഒന്ന് പോയടാ. ഈ അമ്മയ്ക്കും അച്ഛനും 2 ദിവസം കഴിഞ്ഞിട്ട് ഇണങ്ങാൻ വന്നാൽ പോരായിരുന്നോ? എൻ്റെ പൊന്നു മോനെ, അപ്പൊ നീ കൊണ്ടുവന്ന സ്വർണ്ണ ബിസ്ക്കറ്റേ ഞാനങ്ങ് എടുത്താലോ, ജയം പറഞ്ഞു. പിന്നെ സ്വർണ്ണ ബിസ്ക്കറ്റ്? നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒരു മാറ്റവും ഇല്ലല്ലോ ചേട്ടാ, ഹരി പറഞ്ഞു. എടാ, അതിനവർ ചാവണം, ജയം പറഞ്ഞു. ഹരിയും ജയനും പരസ്പരം നോക്കി ചിരിച്ചുപോയി. കാർ വീട്ടിലേക്ക് കയറുമ്പോൾ ഹരി കണ്ടു
വാതിൽക്കൽ തന്നെ കാത്തിരിക്കുന്ന തൻ്റെ പ്രാണനെ. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.